കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിന് തീയിട്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. LDFന്റെ ഓരോ ആരോപണത്തെയും തെളിവ് സഹിതം തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുന്നത്. ഇന്നുവരെ ഏതെങ്കിലും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന് കഴിയാത്ത വിധത്തിലുള്ള നീക്കമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. VD സതീശന്റെ ഭാഗത്ത് നിന്ന്, അതേപോലെ തന്നെ K സുധാകരന്റെ ഭാഗത്ത് നിന്ന്, രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന്, സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത തരത്തിലുള്ള അറ്റാക്കാണ് രാഹുൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മിടുക്കനെയായിരുന്നു VD സതീശൻ ഒതുക്കി മൂലയ്ക്ക് നിർത്തിയിട്ട് പകരമായി ഒരു മിമിക്രി താരത്തെ പാലക്കാട്ട് നിർത്തിയത് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വില അക്ഷരാർത്ഥത്തിൽ അറിയുന്നത്. രാഹുൽ മിടുക്കനാണ്, രാഷ്ട്രീയത്തിൽ കൃത്യമായ ധാരണയുള്ളയാളാണ്, എപ്പോൾ എങ്ങനെ എന്തു പറയണം എന്ന് കൃത്യമായ ബോധ്യമുള്ളയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകളും വാദങ്ങളും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ അദ്ദേഹം വന്നൊരു കാർപ്പറ്റ് ബോംബിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. സോഷ്യൽ മീഡിയ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു അറ്റാക്കിൽ നടുങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇടത് സൈബർ വിങ്ങടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് മറുപടി നൽകാൻ കഴിയാത്ത വിധത്തിൽ അസ്തപ്രജ്ഞരായി നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹം ഏറ്റവും അവസാനമായി പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നതിൻ്റെ ഒരു ഉള്ളടക്കം നമുക്ക് ഏകദേശം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരാം. അതായത് രാഹുൽ ഗാന്ധി ഒന്നും വയനാടിന് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട LDFന്റെ ആരോപണം. ആ ആരോപണത്തെ മുനയൊടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കൈത്താങ് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം രാഹുൽ ഗാന്ധി 94 പേർക്കാണ് അവിടെ വീട് വെച്ച് നൽകിയിരിക്കുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. അവിടെ എല്ലാ വീട്ടിലും താമസമുണ്ട്. അതേസമയം സർക്കാരിൻ്റെ മുണ്ടക്കൈ പുനരധിവാസ വീടുകളിൽ ഒരാൾ പോലും താമസമില്ല എന്ന് രാഹുൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. മറ്റൊന്ന്, പ്രിയങ്ക ഗാന്ധി ചെറുകിട കർഷകർക്കടക്കമുള്ള കച്ചവടക്കാർക്കടക്കമോ 5 ലക്ഷം രൂപ വീതം 2 കോടി രൂപയാണ് മുണ്ടക്കൈയിൽ മുടക്കിയത് എന്ന് രാഹുൽ കണക്ക് നിർത്തുന്നു. മറ്റൊന്ന്, ലീഗ് 50 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും അദ്ദേഹം ആമുഖമായി ഒന്ന് പറഞ്ഞു വെച്ചതിന് ശേഷമാണ് പിന്നീട് അറ്റാക്ക് ആരംഭിക്കുന്നത്. അദ്ദേഹം DYFIയുടെ കണക്കുകളാണ് ആദ്യമായി തകർക്കുന്നത്. അദ്ദേഹം പറയുന്നത് DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 33,12,907 രൂപയാണ്. അതേപോലെ തന്നെ DYFI മാടായി ബ്ലോക്ക് കമ്മിറ്റി ഏതാണ്ട് 28 ലക്ഷം രൂപ പിരിച്ചു. അതേപോലെ തന്നെ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി 46 ലക്ഷത്തിലധികം രൂപ പിരിച്ചു. പിന്നീട് അതേപോലെ തളിപ്പറമ്പ് നീലേശ്വരം, തളിപ്പറമ്പിൽ 23 ലക്ഷത്തിലധികം പിരിച്ചു. നീലേശ്വരത്ത് 30 ലക്ഷത്തിലധികം പിരിച്ചു. അങ്ങനെ ഈ 6 ബ്ലോക്ക് കമ്മിറ്റികൾ മാത്രം ഏതാണ്ട് 1,90,00,000 രൂപ, 2 കോടിക്കടുത്ത് പിരിച്ചു എന്നാണ് രാഹുൽ കണക്ക് നിരത്തി വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിൽ സംസ്ഥാനത്താകെ 220 ബ്ലോക്ക് കമ്മിറ്റികൾ DYFIക്കുണ്ട്. അങ്ങനെയെങ്കിൽ 66,33,00,000 രൂപ യഥാർത്ഥത്തിൽ പിരിഞ്ഞു കിട്ടേണ്ടതാണ്. അങ്ങനെ കിട്ടിയെങ്കിൽ ആ കണക്ക് എവിടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ആകെ DYFI കൊടുത്തിട്ടുള്ളത് 20 കോടി രൂപ മാത്രമാണ്. അതായത് 66 കോടിയിൽ 22 കോടി രൂപ മാത്രമേ DYFI ഇവിടെ പുനരധിവാസത്തിന് കൊടുത്തിട്ടുള്ളൂ. ബാക്കി വരുന്ന 46 കോടി രൂപ എവിടെയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യം, കണക്കുകൾ നിരത്തിയുള്ള ചോദ്യം. ഇത് വലിയ തോതിൽ LDFനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കണക്ക് നിരത്തിയുള്ള ഇത്തരമൊരു വിശദീകരണം നൽകുന്നതിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. പിന്നീട് അദ്ദേഹം പറയുന്നത്, DYFI പറയുന്നു ആക്രി പിരിച്ചിട്ടാണ് ഞങ്ങൾ പണം സ്വരൂപിച്ചത് എന്ന്. അതിനെയും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി തകർക്കുന്നുണ്ട്. ആക്രി പിരിച്ചതിൻ്റെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്. ആക്രി പിരിച്ചാൽ എത്ര കോടി രൂപ കിട്ടും, എത്ര കോടി രൂപ നികുതി പിരിക്കേണ്ടി വരും എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ഒരു അനാലിസിസ് ആണ്, കൃത്യമായ നിഗമനമാണ്, കൃത്യമായ കണക്കുകൂടലാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു
നേതാവിനെയാണ് വി.ഡി. സതീശൻ അടക്കമുള്ളവർ വെട്ടിനിരത്തിയിരിക്കുന്നത്. വി.ഡി. സതീശന് അടക്കമുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ഭാവിയിൽ ഭീഷണിയാകും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വെട്ടിനിരത്തി പാലക്കാട്ട് നിന്നും അദ്ദേഹത്തെ തുരത്തിവിട്ടത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ കരുതിയതുപോലെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവല്ല. അദ്ദേഹം വളരെ ചടുലമായ ഒരു നീക്കമാണ് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം നടത്തിയിട്ടുള്ളത്. അതിനു മുൻപ് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് രാഹുൽ വളരെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പൊതുരംഗത്ത് അല്ലെങ്കിൽ പരസ്യമായി രംഗത്ത് വന്നത്. അതിനുശേഷം അദ്ദേഹം ദുഃഖ വെള്ളിയാഴ്ചയിൽ ഒരു ആശംസ അർപ്പിച്ചിട്ട് പോയി. അതോടുകൂടി രാഹുൽ ഇനി വരില്ല എന്നായിരുന്നു രാഷ്ട്രീയ കേരളം കരുതിയത്. എന്നാൽ ആ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് സതീശനെ അടക്കമുള്ള UDF-കാരെ പോലും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് തന്നെ വെട്ടിയൊതുക്കിയ സതീശന് മറുപടി എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ 3 വീഡിയോകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. എല്ലാം തന്നെ ഏതാണ്ട് 1.5 M മുകളിൽ കയറിയിരിക്കുന്ന വീഡിയോ ആണ്. ഏതായാലും ഇത്തരത്തിലൊരു നേതാവിനെ വെട്ടിയൊതുക്കി പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായ ഈ ഒരു നേതാവിനെയാണല്ലോ സതീശനടക്കമുള്ളവർ ആരോപണങ്ങൾ ഉന്നയിച്ച് വെട്ടിനിരത്തിയത്. ആ ആരോപണങ്ങൾ തന്നെ കോടതിയിൽ നിലനിൽക്കുന്നതല്ല എന്ന് ഇതുവരെ നമ്മൾ തെളിഞ്ഞാണ്. ആ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് തുടരെ വന്നിട്ടുള്ള ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തെളിയിക്കേണ്ടത് കോടതിയിലാണ്. അതേ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല, അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. പക്ഷേ രാഷ്ട്രീയമായി അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞത് ഈ വി.ഡി. സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളാണ്. അത് ഏറ്റുപിടിക്കുക എന്നുള്ളത് LDF-ന്റെ രാഷ്ട്രീയ തന്ത്രം, അത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. അത്തരമൊരു ആരോപണം വരുമ്പോൾ അതിനെ ആളിക്കത്തിക്കുക എന്നുള്ളത് പ്രതിയോഗി എന്ന നിലയിൽ LDF-ന്റെ ആവശ്യമാണ്. പക്ഷേ വി.ഡി. സതീശൻ അടക്കമുള്ളവർ രാഹുലിനെ ഭയന്നിരുന്നു. പാലക്കാട് ഇത്തരമൊരു നേതാവ് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു നേതാവിനെയാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഈ സതീശൻ അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള മിടുമിടുക്കനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ തകർത്ത് കളഞ്ഞത് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ രാഹുൽ ഒരു വലിയൊരു സർജിക്കൽ സ്ട്രൈക്കായി ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന് മുൻപാകെ നിൽക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. അതെ, ലീഗുകാരോടാണ്, കോൺഗ്രസ്സുകാരോടാണ്, മുഴുവൻ UDF-ന്റെ പ്രവർത്തകരോടുമാണ്. നിങ്ങളാണിത് പ്രധാനമായിട്ടും കാണേണ്ടത്. ഇപ്പോൾ നമ്മളൊരു നന്മ ചെയ്തിട്ട് CPM-കാർ ചെയ്യുന്ന പോലെ അത് ലോകത്തെ മുഴുവൻ വിളിച്ചറിയിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്തൊരു കാര്യം അത് ചെയ്തില്ല എന്ന് പറയുമ്പോഴെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കേണ്ടുന്ന ബാധ്യത നമുക്ക് എല്ലാവർക്കുമുണ്ട്. ഈ അടുത്ത കാലത്ത് CPM സൈബറിടത്തിൽ പ്രചരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട തമാശയുണ്ട്. വയനാട്ടിൽ ദുരന്തമുണ്ടായതിനു ശേഷം വീടുകൾ എത്തിയില്ലെങ്കിൽ എന്താ, പ്രിയങ്ക ഗാന്ധിയുടെ കലണ്ടർ എത്തിയല്ലോ എന്ന്. ഈ വയനാട്ടിലെ വീടുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നത് നമുക്കാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയൂ, രാഹുൽ ഗാന്ധി വയനാടിന്റെ MP ആയതിനു ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഒരു 2022 ശേഷം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടേതായ ഒരു പദ്ധതിയുണ്ട്. കൈത്താങ് എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതിയിലൂടെ മാത്രം ഇന്നുവരെ ഏതാണ്ട് 94 മനുഷ്യന്മാർക്കാണ് വീടുകൾ നിർമ്മിച്ച് നൽകി കൈമാറിയിരിക്കുന്നത്. അവിടെല്ലാം മനുഷ്യന്മാർ താമസിക്കുന്നുണ്ട്, സർക്കാരിന്റെ വീടുകൾ പോലെയല്ല. നിങ്ങളിൽ എത്ര പേർക്ക് ഈ 94 വീടുകൾ നൽകിയ കൈത്താങ് പദ്ധതിയെ പറ്റി അറിയാം? ഞാൻ തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് ഇത് മനസ്സിലാക്കുന്നത്. ഞാൻ ആ ബെനിഫിഷ്യറീസിന് ലിസ്റ്റ് എടുത്തപ്പോൾ അതിനകത്ത് എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ ഒരു പേര് ഞാൻ കണ്ടു. ശ്രീ AK ബാലൻ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം വയനാട്ടിലെത്തിയിട്ട് ഇന്ത്യക്ക് ആകെ അഭിമാനമായ വയനാട്ടിൽ നിന്നൊരു കായിക താരത്തോട് പറഞ്ഞു, നിനക്ക് ഞാൻ വീട് വെച്ച് നൽകാമെന്ന്. AK ബാലൻ അതങ്ങ് മറന്നുപോയി, പൊടി തട്ടി അങ്ങ് പോയി. പക്ഷേ രാഹുൽ ഗാന്ധി ഇതറിഞ്ഞിട്ട് അദ്ദേഹം വാക്കുമാറിയില്ല, വീട് വെച്ച് നൽകി. അതടക്കം വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സാധു മനുഷ്യന്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുത്തതടക്കമാണ് ഈ 94 വീടുകൾ. ഇനി ദുരന്തത്തിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ശ്രീമതി പ്രിയങ്ക ഗാന്ധി എന്ത് ചെയ്തു എന്നാണല്ലോ ചോദിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ചെറിയ ചെറിയ കച്ചവടങ്ങളുമായി ജീവിച്ചിരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരെ സർക്കാർ മൈൻഡ് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെയുള്ള 40 മനുഷ്യന്മാരെ ലിസ്റ്റ് ചെയ്ത് അവർക്ക് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വീതം ശ്രീമതി പ്രിയങ്ക ഗാന്ധി കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ ആകെ 2 കോടി രൂപയാണ് വയനാട്ടിൽ മുണ്ടക്കൈയിൽ ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങളുമായി ഇരുന്ന മനുഷ്യന്മാർക്ക് ഇതിനോടകം ശ്രീമതി പ്രിയങ്ക ഗാന്ധി കൊടുത്തത്. ഇനി CPM-കാരോടാണ് ചോദിക്കുന്നത്, ഈ വീട് നിർമ്മിക്കാൻ കോൺഗ്രസിന്റെ പൈസ ഇല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് 100 വീട് നിർമ്മിക്കുന്നത് ചോദിക്കുന്നുണ്ടല്ലോ. ആ CPM-കാരോട് പറയുന്നു, 94 വീട് നിർമ്മിക്കാൻ രാഹുൽ ഗാന്ധി ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നെങ്കിലും 1 രൂപയെങ്കിലും പിരിച്ചിട്ടുണ്ട്. ഈ 2 കോടി രൂപ അവിടുത്തെ ചെറിയ കച്ചവടക്കാർക്ക് കൊടുക്കാൻ ശ്രീമതി പ്രിയങ്ക ഗാന്ധി 1 രൂപയെങ്കിലും പിരിച്ചിട്ടുണ്ടോ? ലീഗ് 50 വീടുകൾ നിർമ്മിച്ച് കൈമാറിയതിനെ പറ്റി നിങ്ങൾ എത്ര പേര് സംസാരിക്കുന്നുണ്ട്? ആ വീടുകൾ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു കൊടുത്തതുപോലെ ഇലക്ട്രിക് പണി, പ്ലംബിംഗ് പണിയൊക്കെ ബാക്കിയുള്ള വീടുകളല്ല, നിർമ്മാണം പൂർത്തീകരിച്ച ആളുകൾക്ക് കൈമാറി കഴിഞ്ഞു. നമ്മുടെ KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കണക്ക് പുറത്തുവിട്ടതിന് ശേഷം ഹാലിളകിയ CPM-കാര്
പ്രചരിപ്പിക്കുന്ന പുതിയൊരു ക്യാപ്സ്യൂൾ ഉണ്ട്. VS ജോയ് വെറും 3 പേരിൽ നിന്ന് പിരിച്ചത് 55 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരാകെ എത്ര രൂപ പിരിച്ചു കാണും? ആ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ DYFIക്കാരുടെ 20 കോടിയെ പറ്റിയിട്ടാണ്. DYFIയുടെ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 33,18,907. DYFI മാടായി ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 28,525. തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 46,18,568. DYFI ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 20,02,265. DYFIയുടെ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 23,50,000. DYFI നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചത് 30,300,000. അപ്പോൾ ഈ 6 കൂടെ കൂട്ടുമ്പോൾ 6 ബ്ലോക്ക് കമ്മിറ്റികൾ മാത്രം പിരിച്ച പണം കൂട്ടുമ്പോൾ ഏതാണ്ട് 1,90,90,565 രൂപ. അതായത് ശരാശരി എടുക്കുമ്പോൾ ഒരു ബ്ലോക്ക് കമ്മിറ്റി ഏതാണ്ട് 30,15,094 രൂപ വെച്ച് പിരിക്കണം. നമ്മുടെ DYFIക്ക് കേരളത്തിൽ 220 ബ്ലോക്ക് കമ്മിറ്റികളാണുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാകെ DYFIക്കാർ പിരിച്ചത് 66,33,20,716 രൂപ. നിങ്ങൾ CMDRFിലേക്ക് പൈസ കൊടുക്കാത്തതിനകത്ത് തന്നെ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. പോട്ടെ, നിങ്ങൾ അല്ലാതെ കൊടുത്തു എന്ന് പറയുന്ന അവകാശപ്പെടുന്ന തുക തന്നെ 20 കോടിയാണ്. ഇനി DYFIക്കാരും പറയൂ, നിങ്ങൾ പിരിച്ച 66 കോടിയിൽ 20 കോടി മാത്രം കൊടുക്കുമ്പോൾ ബാക്കി 46 കോടി രൂപ ആരുടെ അന്നനാളത്തിലാണ് നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ പറയണം. തുറന്നു പറഞ്ഞാൽ DYFIയുടെ കണക്ക് അടിമുടി ദുരൂഹമാണ്. നിങ്ങൾ ആകെ 20 കോടി രൂപ മാത്രമാണ് പിരിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. എങ്കിലും പോട്ടെ, നിങ്ങൾ 20 കോടി എങ്ങനെ പിരിച്ചു എന്ന് പറഞ്ഞത്? നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾ ആരിൽ നിന്നും 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല, എല്ലാം ആക്രി പെറുക്കിയും മറ്റുമാണ് ഞങ്ങൾ പൈസ കണ്ടെത്തിയെന്നാണ്. അങ്ങനെ ആകുമ്പോഴൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. കേരളത്തിൽ പഴയ ഇരുമ്പിന് ആകെ 31 രൂപയെ കിട്ടും. പഴയ പത്രമാണെങ്കിൽ 21 രൂപ, പഴയ പ്ലാസ്റ്റിക് ആണെങ്കിൽ പിന്നെ വിലക്കുറവാണ്, ആകെ 12 രൂപയെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 20 കോടി രൂപ വേണമെങ്കിൽ എത്ര ടൺ കണക്കിന് പേപ്പറും പ്ലാസ്റ്റിക്കും ഇരുമ്പും ഒക്കെ കൊടുക്കേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കേരളത്തിലെ റോഡുകളിലെല്ലാം DYFIക്കാരുടെ ആക്രി ലോറുകൾ മാത്രം കൊണ്ട് നിറഞ്ഞേനെ. അങ്ങനെ ഒരു കാലം നമുക്ക് ഓർമ്മയില്ല. എങ്കിലും പോട്ടെ, നിങ്ങൾ അത്രയും രൂപ സമാഹരിച്ചു എന്ന് ഇരിക്കട്ടെ. നിങ്ങളോട് ഈ കണക്കുകൾ ചോദിച്ച ആളുകൾ ഉത്തരം മുട്ടിക്കുന്നുണ്ടല്ലോ, ആ ആളുകളെ ഉത്തരം മുട്ടിക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. ഈ നിങ്ങൾ ആക്രി വിറ്റ പൈസയാണെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ ആക്രിക്ക് പ്രത്യേകിച്ച് ഇരുമ്പാണെങ്കിൽ GST ആയിട്ട് കടക്കാർ കൊടുക്കേണ്ടത് 18%. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ 20 കോടി രൂപ ആക്രി വിൽക്കുമ്പോൾ ആക്രി കച്ചവടക്കാർ GST ആയി കൊടുക്കേണ്ടത് 3,60,00,000 രൂപയാണ്. DYFIക്കാർക്ക് സുവർണാവസരമാണ്. നേരെ പോയിട്ട് ആ കേരളത്തിലെ പല പല ആക്രി കച്ചവടക്കാരിൽ നിന്ന് ആ 3,60,00,000 രൂപയുടെ GST ബില്ല് അങ്ങോട്ട് വാരി വീശിയിട്ട് ഞങ്ങളുടെയൊക്കെ ഉത്തരം മുട്ടിച്ച് ഞങ്ങളൊക്കെ ചമ്മിച്ച് കളഞ്ഞാൽ മതി. കാര്യം എളുപ്പമായി, DYFI സേഫുമായി. CPM DYFI കൊണ്ട് നടത്തുന്ന കൊള്ള കൂടാതെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കൊള്ള ഊരാളുകളിൽ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ ടെൻഡർ പാലിച്ചിട്ടില്ല എന്നുള്ള വിവരം ഞാൻ പുറത്തു പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു വിവരം കൂടെ കിട്ടി. മുണ്ടക്കൈ ദുരന്തമുണ്ടായ പുന്നപ്പുഴ നവീകരണത്തിന് വേണ്ടി 195 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. അന്ന് മാലിന്യം കൊണ്ട് നിറഞ്ഞതാണ് പുന്നപ്പുഴ. ഈ പുന്നപ്പുഴയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡിലും പഞ്ചാബിലുമൊക്കെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ചില കമ്പനികൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു. അവർക്കാർക്കും ടെൻഡർ കൊടുക്കാതെ യാതൊരു വിധമായ ടെൻഡർ നടപടികളും പാലിക്കാതെ സംസ്ഥാന സർക്കാർ ഈ പുഴ നവീകരണത്തിന്റെ എഗ്രിമെന്റ് കൊടുത്തിരിക്കുന്നത് മറ്റാർക്കുമല്ല, ഊരാളുകളിലാണ്. ഇതിനോടകം തന്നെ 50 കോടി രൂപ ഊരാളുകളിലെ സംസ്ഥാന സർക്കാർ കൈമാറുകയും ചെയ്തു. മനുഷ്യമാംസം വരെ അടിഞ്ഞ ആ പുഴയിൽ നിന്ന്, ആ മാംസത്തിൽ നിന്ന് പോലും പൈസ കൈയിട്ട് വാരുവാൻ വേണ്ടി ഊരാളുങ്കലിൽ ഉപയോഗിക്കുന്ന സംസ്ഥാന സർക്കാർ സത്യത്തിൽ അത് ഊരാളുങ്കലല്ല, പൈസ ഊരാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അങ്കിളാണ് ഊരാളുങ്കൽ എന്ന് ജനം തിരിച്ചറിയുകയാണ്. കുടുക്ക പൊട്ടിച്ച പണം മുതൽ ഓരോ ചില്ലിക്കാശും CMDRFിലേക്ക് മാത്രം നിക്ഷേപിക്കാനാണ് ആദ്യം മുതൽക്കേ സംസ്ഥാന സർക്കാർ പറയുന്നത്. അതുതന്നെയാണ് CPM ഏറ്റു പറഞ്ഞത്. പിന്നെയും എന്തുകൊണ്ടാണ് CPMന്റെ യുവജന സംഘടനയായ DYFI മാത്രം CMDRFിൽ പൈസ നിക്ഷേപിക്കാതെ മറ്റൊരു അക്കൗണ്ടിലാണ് പണം ഇട്ടതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് DYFIക്ക് മാത്രം ഊരാളുങ്കലുമായി സെപ്പറേറ്റ് എഗ്രിമെന്റ് ഉള്ളത്? ഊരാളുങ്കലും CPMന്റേത്, DYFIയും CPMന്റേത്. 20 കോടി തന്നെ കൊടുത്ത കർണാടക സർക്കാരിനോട് CMDRFിലേക്ക് തന്നെ പണമിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അടിമുടി ദുരൂഹതയില്ല. ശവം തിന്നാൻ വരുന്ന കഴുകനേക്കാൾ ക്രൂര മനസ്സുമായി ഒരു പുഴയിലാകെ ഒഴുകി നടന്ന മനുഷ്യമാംസങ്ങളെ മറയാക്കി നിങ്ങൾ കൊയ്തുണ്ടാക്കിയ ആ കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ നാട് മറുപടി പറയിക്കും തീർച്ച. നിങ്ങൾ CPMന്റെ നേതാക്കന്മാർ ഉണ്ണുന്ന ഓരോ വറ്റ് ചോറിലും ആ സാധു മനുഷ്യന്മാരുടെ മാംസത്തിന്റെ ഗന്ധമുണ്ടായിരിക്കുമെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടാകണം. ഈ 9-ന് ഈ കണക്ക് നാട് പറയിക്കുക തന്നെ ചെയ്യും. ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം അവയവം അടിച്ചു മാറ്റാമെന്ന മാനസികാവസ്ഥയിൽ നിന്ന് CPMന്റെ നേതാക്കന്മാർ മാറേണ്ടുന്ന കാലം കഴിഞ്ഞിരിക്കും. പറക്കമുറ്റാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടേതടക്കം എത്ര മൃതശരീരങ്ങളാണ് മാംസകഷ്ണങ്ങളായി ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടന്നത്. ആ മാംസകഷ്ണങ്ങൾക്കാണ് ശവംതീനികളായ CPMന്റെ നേതാക്കന്മാർ വില പറഞ്ഞിരിക്കുന്നത്. CPMന്റെ ശവംതീനികളായ നേതാക്കന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, ചാലിയാർ പുഴയാണ് സത്യം, ആ പുഴയിലൂടെ ഒഴുകിയ മനുഷ്യരാണ് സത്യം. ഈ നാട് നിങ്ങൾക്ക് മാപ്പ് തരില്ല ഒരു കാലത്തും.
ജനങ്ങൾ ജനവിധിയിലൂടെ അത് തെളിയിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ കണക്കുകൾ അക്കമിട്ട് നിരത്താൻ ശേഷിയില്ലാത്തവരാണ് VD സതീശനും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അടങ്ങുന്ന കോൺഗ്രസിന്റെ മുതിർന്ന എന്തേ ഇവർക്ക് ഇത്തരത്തിൽ രാഹുൽ പറയുന്നത് പോലെ, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പോലെ ഇത്തരത്തിൽ യുക്തിഭദ്രമായി എന്തുകൊണ്ടാണ് നിങ്ങൾ LDFനെ പ്രതിരോധത്തിലാക്കാത്തത് എന്നാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ഉള്ളിൽ നിന്ന് ഉയരുന്ന ചോദ്യം. ആ ചോദ്യം തീർച്ചയായും പാലക്കാട്ട് തീർച്ചയായും അതൊരു പ്രതികരണമായി വന്നിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി ഉണ്ടാകേണ്ടതാണ് എന്നതായിരുന്നു അവിടുത്തെ, ഇപ്പോഴും അത് തന്നെയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും അനുഭാവികളുടെയും വികാരം. ആ വികാരത്തെ അവഗണിച്ചുകൊണ്ടാണ് കോൺഗ്രസുമായി അല്ലെങ്കിൽ പ്രവർത്തനപരമായി യാതൊരു പാരമ്പര്യവുമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു 10 തവണ പോലും താരതമ്യം ചെയ്യാനാവാത്ത തരത്തിലുള്ള ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ ഇത്തരത്തിൽ VD സതീശൻ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കെട്ടിയിറക്കിയ ആ സ്ഥാനാർത്ഥിക്കെതിരായി തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമുണ്ടാകും. അവർക്ക് ഈ വോട്ടിങ്ങിൽ ഈ ഒരു സതീശന്റെ ഈ ഒരു രാഷ്ട്രീയ കളി മനസ്സിലാവുകയും ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മിടുമിടുക്കനെ തകർത്ത് കളഞ്ഞ സതീശനെതിരായിട്ടുള്ള ഒരു മറുപടി പറയൽ കൂടിയായിരിക്കും പാലക്കാട്ടെ വോട്ടെടുപ്പ്, പാലക്കാട്ടെ ഇലക്ഷൻ. അവിടെ ആ ഇലക്ഷനിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതികരണം എന്ന് നമുക്ക് ഉറപ്പിച്ച് അടിവരയിട്ട് പറയാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.